നമസ്കാരം. സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കും അമിതവണ്ണം. മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണശൈലിയും ഒക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. വണ്ണം കൂടുന്നത് പലപ്പോഴും ആരോഗ്യത്തിനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഹൃദ്രോഗം, സ്ട്രോക്ക് പോലെയുള്ള ജീവന് പോലും ഭീഷണിയാകുന്ന രോഗങ്ങളുടെ അടിസ്ഥാന കാരണവും ഒരുപക്ഷെ അമിതവണ്ണമായിരിക്കും. ചിലർക്കെങ്കിലും വ്യായാമം ചെയ്ത് വണ്ണം കുറയ്ക്കാൻ അല്പം മടി കാണും, അല്ലെങ്കിൽ ജോലി തിരക്കുകൾ കാരണം സമയമുണ്ടാകില്ല. ഇത്തരം ആളുകൾക്ക് വണ്ണം കുറയ്ക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തടി കുറയ്ക്കാനും രോഗങ്ങൾ ഒഴിവാക്കാനും ഏറ്റവും നല്ല മാർഗം വ്യായാമം തന്നെയാണെന്ന് മറക്കരുത്. എന്നിരുന്നാലും അല്ലാത്ത രീതിയിൽ തടി കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1. ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടുന്നത് വളരെ പ്രധാനമാണ്. ആരോഗ്യത്തിന് ഇത് പല രീതിയിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത്. ദഹനത്തിനും അതുപോലെ ദീർഘനേരം വയറ് നിറഞ്ഞതായിരിക്കാനും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് സഹായിക്കും. മാത്രമല്ല, ആരോഗ്യമല്ലാത്ത സ്നാക്സുകൾ കഴിക്കുന്നത് ഒഴിവാക്കാനും ശ്രമിക്കണം. 2. പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മെറ്റബോളിസം കൂട്ടാൻ നല്ലതാണ്. പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൂടുതൽ ഊർജ്ജമെടുക്കാൻ സഹായിക്കും. വിശപ്പ് മാറ്റാനും ദീർഘനേരം വയറ് നിറഞ്ഞിരിക്കാനും ഇടയ്ക്കുള്ള വിശപ്പ് അകറ്റാനും ഇത് നല്ലതാണ്. ഇവ വിശപ്പിന് കാരണമാകുന്ന ഹോർമോണുകളെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു. 3. കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കാം. അമിതവണ്ണമുള്ളവർ കലോറി കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. ശരീരത്തിന് ബേൺ ചെയ്ത് കളയാൻ സാധിക്കുന്ന കുറഞ്ഞ കലോറി ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഇത് ശരീരത്തിലെ അധിക കൊഴുപ്പുകളുടെ ഊർജം ശേഖരിക്കും. അമിതവണ്ണം കുറയ്ക്കാൻ ഇത് നല്ലതാണ്. എപ്പോഴും ചെറിയ അളവിൽ കഴിക്കുന്നത് വണ്ണം കൂടാതിരിക്കാൻ സഹായിക്കും. കലോറി പെട്ടെന്ന് കുറയ്ക്കാൻ നിൽക്കരുത്. പകരം നിങ്ങളുടെ പ്രധാന ഭക്ഷണങ്ങളിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇതിനെ കുറയ്ക്കാൻ സാധിക്കും. ഈ പച്ചക്കറികൾ ഒന്നെങ്കിൽ പച്ചയ്ക്കോ അല്ലെങ്കിൽ പകുതി വേവിച്ചോ നിങ്ങൾക്ക് കഴിക്കാം. ഇതിലെ ഫൈബർ പഞ്ചസാര അബ്സോർബ് ചെയ്യുന്നത് സാവധാനത്തിലാക്കുകയും അമിത ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും. ഇത് ശരീരത്തിന് യാതൊരു കുറവും തോന്നാതെ കലോറി നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുകയും ഇത് മെറ്റബോളിസത്തെ സ്വാധീനിക്കുകയും ചെയ്യും. 4. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മെറ്റബോളിസം വേഗത്തിലാക്കാനും അതുപോലെ വിശപ്പ് മാറ്റാനും ധാരാളം വെള്ളം കുടിക്കുന്നത് സഹായിക്കും. മധുരപാനീയങ്ങൾ ഒഴിവാക്കി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ശരീരത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്തേണ്ടത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. 5. നല്ല ഉറക്കം. നല്ല ഉറക്കം തടി കുറയ്ക്കാൻ സഹായിക്കും. മെലാറ്റോണിൻ എന്ന ഉറക്ക ഹോർമോൺ കൊഴുപ്പ് ബേൺ ചെയ്യാൻ സഹായിക്കും. പൂർണ്ണമായും ഇരുട്ടുള്ള മുറിയിൽ സ്ക്രീനുകളോ ലൈറ്റുകളോ ഇല്ലാതെ ഉറങ്ങുന്നത് ശരീരത്തിലെ മെലാറ്റോണിൻ ഉൽപാദനം വർദ്ധിപ്പിക്കും. ഇത് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ശരീരം വേഗത്തിൽ ഉന്മേഷം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് കൊഴുപ്പ് കത്തിച്ചു കളയാൻ സഹായിക്കുന്നു. 6. വൈകുന്നേരങ്ങളിലെ കാപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ കാപ്പി കുടിക്കുന്നത് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിപ്പിക്കും. ഇത് കൊഴുപ്പ് കുറയ്ക്കുന്നത് തടയും. അതുപോലെ മഞ്ഞളും ഇഞ്ചിയും ചേർത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും രാത്രിയിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത് നല്ല ഉറക്കത്തിനും ശരീരഭാരം നിയന്ത്രിക്കാനും അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വിചാരിക്കും പോലെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോ ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഹെൽത്ത് വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.